ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം എനിക്ക് സുഖമാണ്. ഇന്ന് നമ്മൾ ഒരു ഒട്ടും തന്നെ പെയിൻ്റ് ഇല്ലാതെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് എടുത്തോ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിലായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ, അല്ലെങ്കിൽ വെഡ്ഡിങ്, അല്ലെങ്കിൽ ബർത്ത്ഡേ, ഇത് ഏതിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈസിയാണ്, എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് എപ്പോഴും പറയുന്നതാണെന്ന് എനിക്കറിയാം, മടുത്തിട്ടുണ്ടാവും അല്ലേ? എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ട്രൈഡ് പിക്സ് അയച്ചു തരേണ്ടത് നമ്മുടെ ഇൻസ്റ്റ പേജിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിലൂടെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൽ കയറുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഷാട്ടപ്പടിയെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ബോട്ടിൽ നല്ല കഴുകി എടുത്തിട്ട് ഒരു ഉരുണ്ട ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ബിയർ ബോട്ടിലായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫെവിക്കോൾ എടുക്കുക. ഫെവിക്കോൾ ഇല്ലാതെ എന്താ പരിപാടി അല്ലേ? അപ്പോൾ ഈ ഫെവിക്കോളിന് 45 രൂപ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫെവിക്കോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി ഈ സാധനമാണ്. ഇത് പ്യുവർ വൈറ്റ് വൂളനൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് വൂളനൂലിന് പകരം വൈറ്റ് ഷൈനിങ് ത്രെഡൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫെവിക്കോൾ ഒന്ന് കുപ്പിയിലോട്ട് തേച്ചതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് ചുറ്റിയെടുക്കാം. അപ്പോൾ ചുറ്റിയെടുക്കാൻ എനിക്കൊന്ന് എല്ലാവർക്കും അറിയാം, കാണിച്ചു തരേണ്ടെന്ന് അറിയാം, എന്നാലും നമുക്ക് മൊത്തത്തിൽ ചുറ്റിയെടുക്കണ്ടേ. അപ്പോൾ ഫെവിക്കോൾ തേക്കുക, നേരെ ഫുൾ കുപ്പി അങ്ങോട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ ത്രെഡ് ചുറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? ആ വൈറ്റ് ത്രെഡ് ചുറ്റിക്കഴിഞ്ഞപ്പോൾ കുപ്പി നല്ല ഭംഗിയാണ്. അപ്പോൾ ഷൈനിങ് ത്രെഡ് ആകുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയല്ല, ഇനിയും ഉണ്ട് കാര്യം. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്. ഇനിയും നമുക്ക് കുറച്ച് ഞുണുക്ക് വിദ്യകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സിൽവറും അതുപോലെ റെഡ് കളറിലെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് 12 രൂപ 15 രൂപ റേഞ്ച് വരും കേട്ടോ. 10 രൂപയുടെയൊക്കെ വരുന്നത് ഗ്ലിറ്റർ അല്ല. ഗ്ലിറ്റർ ടൈപ്പ് ഫോം ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, നല്ല ഭംഗിയായിരിക്കും. ഞാൻ വാങ്ങിച്ചത് 12 രൂപയ്ക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതും ഇത്തിരി വലിയ ഹാർട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ വലിയ ഹാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ സിൽവർ കളറിലെ ഹാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് കളറിലെ ഹാർട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനേക്കാളും കുറച്ചൊന്ന് ചെറുതായിട്ട് വേണം വരച്ചിട്ട് കട്ട് ചെയ്ത്, അതായത് ഇതിൽ ചെറുതാക്കി വേണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡ് കളറിലെ ഹാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കണ്ടോ, രണ്ടും ഒന്നിത്തിരി വലുതും ഒന്നിത്തിരി ചെറുതും, അതായത് ഒന്നിന് മുകളിൽ ഒന്ന് ഒട്ടിക്കാവുന്ന രീതിയിൽ വേണം. കണ്ടോ, ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞ, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അതുപോലെ 3 സിൽവറും 3 റെഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിൽവറിന് ശരിക്കും ബാക്കിൽ സ്റ്റിക്കർ ഇല്ല, പക്ഷേ റെഡിന് സ്റ്റിക്കർ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നേരെ ഒട്ടിക്കാൻ പറ്റും. ഈ സിൽവർ കളറിലെ ഷീറ്റ് ഒട്ടിക്കുമ്പോൾ എപ്പോഴും ആ ഹാർട്ട് ഒട്ടിക്കുമ്പം ഒന്നുകിൽ ഫെവിക്കോളോ ഫെവിബോണ്ടോ ഗ്ലൂഗണ്ണോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ കൊണ്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ കുപ്പിയിൽ ഏതാണോ സ്ഥലം, എവിടെ വേണോ അറേഞ്ച് ചെയ്യാനെന്ന് വെച്ചാൽ നോക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഫെവിക്കോൾ ആണെങ്കിൽ കുറച്ച് നേരം ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കണം. കാരണം ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇത്തിരി ഒട്ടാൻ നല്ല സമയം എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫെവിബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂഗണ്ണോ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു റെഡ് കളറിലെ ഹാർട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിപ്പോൾ സ്റ്റിക്കർ ഉണ്ടായതുകൊണ്ട് ഈസി ആയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒട്ടിച്ചു കൊടുക്കാൻ പോവാം. അപ്പോൾ ഒന്നിന് മുകളിലായിട്ട് ഒന്നൊട്ടിച്ച് കഴിഞ്ഞു. ഇപ്പം തന്നെ ആ വൈറ്റിന് സിൽവർ റെഡ് കളർ അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തതും ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആ ഫെവിക്കോൾ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഗ്ലൂഗൺ യൂസ് ചെയ്യേണ്ടി വന്നു, കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോളോ ഫെവിബോണ്ടോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കണമെന്ന് ഞാൻ ഗ്ലൂഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹാർട്ടെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അടിപൊളിയല്ലേ? ആ വൈറ്റിന്
അടിപൊളി കളറാണ്. ഇനി നമുക്കൊരു റിബൺ മുകളിൽ കെട്ടിക്കൊടുക്കണം. അത് ഒന്നുകിലും നമ്മൾ സാധാരണ റെഡ് റിബൺ എടുത്ത് കെട്ടിക്കൊടുക്കുക. ഇതിപ്പം ഞാൻ 10 രൂപയുള്ള ഈ ഒരു റിബണിന്, ഇത് ശരിക്കും ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞിട്ട് കെട്ടിക്കൊടുക്കുന്ന റിബണാണ്. അത് 10 രൂപയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാട്ടോ. ഇനി വേണ്ടത് ഇതാണ്. ഇത് നമ്മൾ ഹാർട്ട് കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ആ ഒരു പുറത്തെ പോർഷൻ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ കൂടുതൽ ഭംഗിയായില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. അത് ചെറിയ ഹാർട്ട് കട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തത്. ഇത് അടിപൊളിയാണ് പരിപാടി, ഈസിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ റിബൺ നമ്മൾ കെട്ടിക്കൊടുത്തു. റിബൺ ഞാൻ ഒന്നും കൂടെ പറയണം, അതിന് 10 രൂപയേ ഉള്ളൂ. ആ റിബൺ ഗിഫ്റ്റൊക്കെ പൊതിയുമ്പോൾ കെട്ടിക്കൊടുക്കുന്ന റിബണാണ് കേട്ടോ അത്. അല്ലെങ്കിൽ സാധാരണ സാറ്റൻ റിബൺ കെട്ടിക്കൊടുത്താലും മതിയാവും. ഫോം ഷീറ്റ്, വൂളൻ നൂല്, റിബൺ, ഫെവിക്കോൾ, ഇത്രയും മതി. നമുക്കൊരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ബോട്ടിൽ അറേഞ്ച് ചെയ്തെടുക്കാം. അടിപൊളി ബോട്ടിലായിട്ടാണ്, എല്ലാവരും ചെയ്തു നോക്കണം. ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.